പ്രിയപ്പെട്ടവരെ, ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മൂന്നാറിലെ അതിമനോഹരമായ സ്ഥലം. നിങ്ങളുടെ മുമ്പേ നിറയെ വരയാടുകളുണ്ട്. അവ ഇങ്ങനെ മനുഷ്യരെ പേടിയില്ലാതെ പുല്ലുകൾക്കിടയിലൂടെ, മരങ്ങൾക്കിടയിലൂടെ തണുപ്പിനെ ഒട്ടും ഭയക്കാതെ മേഞ്ഞ് നടക്കുകയാണ്. ആളുകളുമായി നല്ല അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. ചായ കുടിച്ചുകൊണ്ട് ഇരുന്നവരുടെയൊക്കെ അടുത്തൂടെയൊക്കെ പോയിട്ടുള്ളത്. നല്ല കാലാവസ്ഥയാണ്. കൊമ്പൊക്കെ ഉണ്ട് ചിലതിന്. ഞാൻ വിളിക്കാം, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. സന്ദർശിക്കുന്നവരെല്ലാം അവരുടെ മൊബൈലിലൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആളുകളുടെ അടുത്തേക്ക് അത് വരാൻ ഒട്ടും പേടിയില്ലാതെ നിൽക്കുന്നത്. വൈവിധ്യമാർന്ന ഒട്ടേറെ ചെടികളും മരങ്ങളും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ സ്ഥലം. വളരെ വിശേഷപ്പെട്ട കാലാവസ്ഥയാണ്. പരിചയമുള്ള 3 സുഹൃത്തുക്കൾ സെൽഫി എടുക്കുന്ന തരത്തിലാണ്. ആടിനടുത്തൂടെ പോയിട്ട് പടം എടുത്തോ എന്തോ അറിയില്ല. പക്ഷേ എന്നെ ഇടിക്കൂല ആട്. മഞ്ഞിങ്ങനെ ഒരു താഴ്വാരത്ത് നിന്ന് മലമുകളിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പ്രദേശമൊക്കെ ഇപ്പോൾ മൂടുമെന്ന് തോന്നുന്നു. വെളിച്ചത്തിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു, ചെറിയ ഇരുട്ടായി. ചിലപ്പോൾ മാറുമായിരിക്കും. മഞ്ഞിന് സഞ്ചരിക്കുന്നത് കണ്ടോ? നേരത്തെ ഒരു പാട പോലെ, വളരെ നേരത്തെ ഒരു ഉത്തരീയം പോലെ അതിങ്ങനെ താഴെ മലയുടെ ഏറ്റവും താഴത്തെ നിരപ്പിൽ നിന്ന് മുകളിലേക്ക് വീശി കയറുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ാടികളുടെ വളരെ വിശേഷപ്പെട്ട ഒരു പതിപ്പാണിത്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് സ്ഥലമാണെന്ന് ഊഹിക്കാൻ പറ്റുമോ? മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഭയങ്കര അടിപൊളി കാലാവസ്ഥ. വെയിലൊന്നുമില്ല, ഉച്ച സമയമാണ്. ഏറ്റവും രസകരമായ കാര്യം, നമ്മുടെ ചുറ്റും ഒട്ടും പേടിയില്ലാതെ ഒന്നല്ല ഒത്തിരി വരയാടുകൾ ഇങ്ങനെ അടുത്തൂടെ നടക്കുന്നുണ്ട്. മനുഷ്യർ പേടിയില്ലാത്ത ചാവിടിക്കുന്നതിൻ്റെ നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു കളറല്ല. അതിൻ്റെ കളർ വെള്ളയും ഗ്രേയും ഡാർക്ക് ബ്രൗണും വൈറ്റും. എനിക്കറിഞ്ഞൂടാ ബാക്കി കളറിനെ പറ്റിയൊന്നും പറയാം. പക്ഷെ അതിൻ്റെ ടെക്സ്ചർ ഉണ്ട്. അടുത്ത് വന്നാൽ അതിൻ്റെ ടെക്സ്ചർ ഉണ്ടോ? പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരു കളർ കോമ്പിനേഷൻ. കൊമ്പിനും ഉണ്ട് പ്രത്യേകത. ആ കൊമ്പിൻ്റെ കുറച്ചിങ്ങനെ ഒരു പ്രത്യേക ഡിസൈൻ. ഹലോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന ഭാഗം ആണെന്ന് തോന്നുന്നു. താഴ്വാരമാണ്. അടുത്തായി ഒരു ബോർഡുണ്ട്. നീലക്കുറിഞ്ഞിയെ പറ്റിയുള്ള വിവരണമൊക്കെ കൊടുത്തിട്ടുള്ള. ഇതിന് തൊട്ട് താഴെയാണ് പൂക്കുന്നത് തോന്നുന്നു. കാഴ്ച രക്ഷയില്ലാത്ത കാഴ്ച. ദൂരെ പട്ടണം പൊട്ടുപോലെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ വെള്ളച്ചാമരം വീശിയ പോലെ മഞ്ഞ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മെല്ലെ 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 മുകളിലേക്ക്. ഇലക്ട്രിക് വണ്ടിയാണ്. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെ ഓടുന്ന റിപ്പബ്ലിക് മോട്ടോഴ്സ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. വളരെ നിശബ്ദമായ ഒരു വണ്ടിയാണ്. ഒന്നും അറിയില്ല. പക്ഷെ എന്തൊരു സംഭവം നോക്കി. നമ്മുടെ അവിടെയും ഉള്ള ചെടിയായിരിക്കും ഒരു പക്ഷേ.
പക്ഷെ ആ ഒരു ഡെപ്തിലല്ല ഇവിടെ കാണുന്നത്. ഇലകൾക്ക് പോലും ഭയങ്കര അഹങ്കാരമുള്ള ആളുകൾ. പിന്നെ പൂക്കളാരെയും പറയേണ്ടതുണ്ടോ? അധികം തണുപ്പില്ല, അതുകൊണ്ട് തന്നെ നടന്നൊക്കെ പോകാൻ വലിയ രസമാണ്. മുകളിൽ കാണുന്ന മലനിരകളിൽ ചെറുതായി വെയിൽ വീഴുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കുറച്ചുകൂടെ തെളിച്ചത്തിൽ വരുമെന്ന് തോന്നുന്നു. എന്തൊരു വഴിത്താരയാണ്. സ്വാഭാവികമായ ഒരു ജലസ്രോതസ്സിൻ്റെ ഔട്ട്ലെറ്റാണ് നമ്മളിതാ കാണാൻ പോകുന്നത്. ദൂരെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തെ, പാറപ്പുറത്തൂടെയാണ് വരുന്ന ജലത്തെ ഒരു പൈപ്പിലൂടെ, ഒരു മുളം തണ്ടിലൂടെ ഒഴുക്കിവിടുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇത് പക്ഷേ അങ്ങ് മുകളിൽ നിന്ന് എവിടുന്നോ ആണ് അത് വരുന്നത്. കുട്ടികളൊക്കെ മുഖം കഴുകുന്നുണ്ട്. കുടിക്കാനും വരെ കൊള്ളാമെന്ന് തോന്നുന്നു. തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാന്ന്. നല്ല തണുപ്പല്ലേ മാഷെ? കുടിക്കാൻ തോന്നുന്നു. നമ്മുടെ നഗരത്തിലുള്ള വെള്ളം ഒന്നും കുടിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു സത്യമുണ്ടല്ലോ. സിറ്റിയിലുള്ള വെള്ളമൊന്നും ഇങ്ങനെ കുടിക്കാൻ തോന്നില്ല. കുട്ടികളൊക്കെ ആസ്വദിച്ച് വീണ്ടും വീണ്ടും വെള്ളം കോരി മുഖം കഴുകുന്നുണ്ട്. പ്രകൃതി നമുക്ക് വേണ്ടി അവശേഷിപ്പിക്കുന്ന വലിയ നന്മകളിലൊന്നാവാം. കുഞ്ഞുങ്ങൾ പിന്നെയും പിന്നെയും വന്നതാ മുഖം കഴുകുന്നുണ്ട്. സ്പ്രിംഗ് വാട്ടർ കോർണർ എന്നാണ് പേര്. ഡ്രിങ്കബിൾ വാട്ടർ ഫ്രം ദ സ്കൈ ഐലൻഡ്സ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പേര് പോലെ തന്നെ, നമ്മൾ കണ്ണീര് പോലെ എന്നൊക്കെ പറയില്ലേ, ശരിക്കും കണ്ണീരിനേക്കാളും ശുദ്ധിയുള്ള വെള്ളമായിട്ടൊക്കെ. ഈ കാണുന്ന മലമുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. ഒരുപക്ഷെ മഴ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കലക്ക വെള്ളം വരുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഭയങ്കര വെളിച്ചമാണ്. കുപ്പിയിൽ കൊണ്ടുവന്നിരുന്ന മിനറൽ വാട്ടറിനെ കളഞ്ഞിട്ട് ഒരു സുഹൃത്ത് ഈ ജലസ്രോതസ്സിൽ നിന്ന് ജലമെടുത്ത് കുടിക്കുന്നതാണ്. What do you feel, sir, about this? Fantastic. It's fine. This is fantastic. Yeah. Nature's beauty and fantastic way of preserving the nature. Human interference is less, Yeah. though not negligible, but is still quite less than the down parts and upper parts. So it's a beauty that we are conserving our nature in the way we can the best. Yes, sir. I'm very thankful for this particular organization to maintain it like this, and hope that when we come or the generations to see, will all observe the better part of this particular. Thank you. Okay, sir. Sir, your good name, please. Manoj Palia, Manoj Palia. From Rajasthan. Rajasthan. Okay, Rajasthan, the land of deserts. Land of deserts, land of Rana Pratap, land of biggest marble reservoir, land of culture, land of tradition, land of the fighters who Yeah. have saved India from foreign invasion to a great extent. Yeah, so many significance. And you are in which sector you are working, sir? I'm in education sector. Oh, it's great, sir. And sir, will you please give a message to the younger generation? Why not? Yeah. Hello friends, it is time that we understand the importance of nature. It's an ecological cycle which is being damaged by our interventions a lot. Now it's time to see forward and make sure that our activities does not interfere with the nature. Once that is done, you can be rest assured that nothing like this in my background you will be finding it rare in the world. There are many species around which are endemic and following a very important cycle of their life of extinction. Let us come together, preserve the nature and do our bit in saving the nature. Thank you. Thank you very much, sir, and wish you a prosperous, happy new year ahead. Thank you, sir. Thank you very much, sir. ഇവിടുത്തെ പന്നൽ ചെടിയാണ്. അതിന് പോലും ഒരു പൊന്നിൻ ശബ്ദമാണുള്ളത്. പേരറിഞ്ഞൂടാത്ത ഒരുപാട് ചെടികൾ ഇടതിങ്ങി പൂവും കായും ഇലകളുമായി ഇങ്ങനെ നിൽപ്പുണ്ട്. ചിലത് ചെടിയായിട്ട് തന്നെ എന്തൊരു ചന്തമാണ്. പേരൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചെടിയായിരിക്കാം.
അറിയില്ല. ഷോല ഫോറസ്റ്റ് ആണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ആ വനത്തിൽപ്പെട്ട ചില മരങ്ങളും ചെടികളും ഒക്കെയാണ്. കാട് നിബിഡമായി തുടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇരുട്ടുണ്ട്. നേരത്തെ കണ്ട തുറസായ സ്ഥലമല്ല. മരങ്ങളുടെ ഒരു ഗാംഭീര്യം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നു. നല്ല വലിപ്പമുള്ള ഒരു മരമാണ്, പേരറിയില്ല. ഒരു ട്രൈബൽ ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നുന്നു. പക്ഷേ ആദിവാസി സമുദായത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആരാധനാലയം ആയിരിക്കാം. ചുറ്റുവട്ടത്ത് സവിശേഷമായ കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. മരത്തിൻ്റെ തടി കണ്ടോ? ആകാശത്തേക്ക് ഇങ്ങനെ നീണ്ടുപോയിരിക്കുന്നു. ഷോല വാക്കിൻ്റെ സ്ഥലമാണ്. ഒരു ആർച്ചുണ്ട്. ആർച്ചിലൂടെ നേരെ പോകുന്നത് കാടിനകത്തേക്കാണെന്ന് തോന്നുന്നു. ഭയങ്കര ആംബിയൻസാണ്. ഈറ കൊണ്ടാണ് അതിൻ്റെ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ചെറിയ കല്ലുകൾ പാകിയ നടപ്പാതയാണ്. നമ്മുടെ കൊച്ചിയിലൊരു സുഹൃത്ത് കിച്ചു കുടുംബമായിട്ട് പോകുന്നുണ്ട്. മരങ്ങൾക്ക് നല്ല പഴക്കമുണ്ട്. ഇതിൻ്റെ പുറത്ത് പായൽ കണ്ടോ പറ്റിപ്പിടിച്ചിങ്ങനെ വളർന്നിട്ടുണ്ട്. കുറേ എണ്ണം നശിച്ചങ്ങ് പോയിട്ടുണ്ട്. ചിലത് വീണ് അഴുകി മറ്റു ചിലതിന് വളമാകുന്നു എന്ന് പറയുന്നത് പോലെ ഈ മരങ്ങൾ സ്വാഭാവികമായ ജൈവഘടനയുടെ ഭാഗമായി തന്നെ വളർന്ന് വീണ് അഴുകി ഒക്കെ പോകുന്നതായിരിക്കും. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഈ ഷോലാവനത്തിൻ്റെ വഴിയെ താഴോട്ട് പോകുന്നുണ്ട്. നിറയെ പൂക്കളുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇടയിൽ ഒരു കൊണ്ട് ആകാശം കീറി ഒട്ടിച്ചതുപോലെ മാനവിങ്ങനെ നിൽപ്പുണ്ട്. ഇടയിലെ ആകർഷകമായ ഭയങ്കര ചന്തമുള്ള പൂക്കളുമുണ്ട്. കുറച്ചുകൂടി ഞാനിതാ നടന്നിട്ട് പുറകെ തിരിച്ചു പോവുകയാണ്. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കവി പറഞ്ഞതുപോലെ ഉറങ്ങും മുൻപ് താണ്ടുവാൻ കാതങ്ങൾ അനേകമുണ്ട്. ഒരു വെളിച്ചം കണ്ട മരങ്ങൾ നിറച്ചുണ്ട് കേട്ടോ. ഒരു തടി കണ്ട് തന്നെ ഒരു ഫെൻസ് കെട്ടിയിട്ടുണ്ട്. അതിനുകൊണ്ടൊരു നൊസ്റ്റാൾജിക് ഫീല്. ഈ വഴുത്താര ചില സമയങ്ങളിൽ വിജനമാണ്. ഒരുപക്ഷെ കൗതുകമുള്ള കണ്ണുകളെ കാത്തിരിക്കുന്ന മറ്റൊരു കുട്ടിയെപ്പോലെ തീർച്ചയായിട്ടും അത് നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. ഷോല നടപ്പാതയുടെ ഒരറ്റം കാടിൻ്റെ ഒരു ഭാഗത്തൂടെ കറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് എത്തിയതായാണ് തോന്നുന്നത്. നമ്മുടെ രജന ടീച്ചർ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എന്തോ ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. കുറിഞ്ഞി ഗാർഡനാണ്, അടിപൊളി. എ റെപ്പോസിറ്ററി ഓഫ് വേരിയസ് സ്പീഷീസ് ഓഫ് കുറിഞ്ഞി ജനുസ് സ്ട്രോബിലാൻതസ് സീൻ ഇരവിക്കുളം നാഷണൽ പാർക്ക്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം രജന ടീച്ചർ. പ്രിയപ്പെട്ടവരെ, കുറിഞ്ഞിയാണ്, നീലക്കുറിഞ്ഞി. കണ്ട ഇത്രയും ശബ്ദത്തിൽ പൂക്കുന്ന ഒരാളെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല കേട്ടോ. വലിയ വലിയ ആളുകൾ അങ്ങനെയാണല്ലോ. അവർക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രതി അങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പോഴും അഹങ്കരിക്കാറില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പ്രിയപ്പെട്ട നീലക്കുറിഞ്ഞി നിന്നെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ.
12 വർഷത്തിലൊരിക്കൽ പൂക്കണ. നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത് പൂക്കുന്ന സമയത്ത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്നാലും ചെടിയെ കണ്ട വലിയൊരു സന്തോഷത്തിൽ ഈ ചെടിയിലാണല്ലോ, ഈ തളിരുകൾക്ക് മേലെയാണല്ലോ ആ മനോഹാരിത ഇങ്ങനെ മാരിവില്ലഴകോടുകൂടി ഒത്തു വിടർന്നു നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടിട്ടുള്ള 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള കുറിഞ്ഞി തോട്ടമാണിത്. പൂക്കൾ ആയിട്ടില്ലാന്ന് തോന്നുന്നു. പ്രത്യേക സമയത്താണല്ലോ പൂക്കുന്നത്. എന്നാലും കുറിഞ്ഞിയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ചന്തമായിരിക്കും തോന്നുന്നു. പൂക്കളില്ല, എപ്പോഴെങ്കിലും പൂടുന്ന സമയത്ത് വരാം. കുട്ടികളെ കൂട്ടിയിട്ട് അച്ഛനമ്മമാർ ഈ വഴിയെ അങ്ങനെ രസകരമായി നടന്നു പോകുന്നുണ്ട് കേട്ടോ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നു എന്ന് കേട്ടിട്ടുള്ള നീലക്കുറിഞ്ഞി. നമുക്ക് ഭാഗ്യമില്ല, പൂക്കുന്ന സമയത്തല്ല വന്നിട്ടുള്ളത്. എന്നാലും ചെടികളെങ്കിലും കാണാൻ പറ്റിയല്ലോ. 12 വർഷം കഴിഞ്ഞ് വരാം. അച്ഛൻ്റെ ഒരു സജഷനാണ്, 12 വർഷം കഴിഞ്ഞ് വരാം. മലമുകളിൽ കയറിപ്പോകുന്ന മഞ്ഞിന് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല എന്ന് തോന്നുന്നു. അവ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയും കുറച്ചു നേരം അവിടെ വിശ്രമിച്ചിട്ട് വീണ്ടും മഴപ്പരുവത്തിൽ താഴെ എത്തുകയും ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മടുക്കാറില്ലല്ലോ, അതുകൊണ്ടാവും. എന്തൊരു മനോഹാരിതയാണ്. നമ്മള് കലണ്ടറിലൊക്കെ കാണുന്ന സ്ഥലങ്ങളാണ്. കൂട്ടുകാരെ ഒരു ശബ്ദം കേൾപ്പിച്ചു തരാം. കേട്ടോ? എന്താണെന്നറിയില്ല. ഈ മരത്തിൻ്റെ ചുട്ടിൽ നിന്നാണ് കേൾക്കുന്നത്. ഒരു നീരുറവയുടെ ജനനമാണ്. ഒരു ചെടിയുടെ നാമ്പ് പോലെ നനവിൻ്റെ ഒരു വിത്ത് പൊട്ടി അതൊരു ഗുഹാമുഖത്ത് നിന്ന് താഴോട്ടൊഴുകി പരന്ന് തളം കെട്ടി. അങ്ങനെ ഒരു അത്ഭുതം. കാണാൻ പറ്റുന്നുണ്ടോ? പാറപ്പുറത്തൂടെ ആശാമാരി കയറിപ്പോവയാ. നമ്മളെ കൊണ്ടത് പറ്റൂല. അത് നോക്കിക്കൊണ്ട് വേറെ ആളവിടെ തറയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരാളതിനെ തൊടുന്നുണ്ട്. പേടിയില്ലാതെ, പേടിയൊന്നും ഇല്ലാതെ അടുത്ത് പോയി നിൽക്കുകയാണ്. അതാ പിന്നെയും തൊടുന്നുണ്ട്.
സത്യത്തിൽ കുന്നിറങ്ങിപ്പോകാൻ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് സങ്കല്പങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നല്ലേ മതിയാവൂ. അതുകൊണ്ട് മനസ്സോടെ ഈ മനോഹരമായ ഭൂമി വിട്ട് ഈ ആകാശം തൊടുന്ന പച്ചപ്പിൻ്റെ പരദീസ വിട്ട് മഞ്ഞിൻ്റെ മഹാലോകങ്ങൾ വിട്ട് താഴേക്ക് ജീവിതത്തിൻ്റെ പച്ചയായ മുഖങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഈ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. ജീവിതം എത്ര ഹ്രസ്വമാണെങ്കിൽ കൂടിയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സന്തോഷത്തിന് അതിരും വ്യാപ്തിയും നിശ്ചയിക്കാൻ ആരെക്കൊണ്ടുമാവില്ല. വളരെ വിശേഷപ്പെട്ട ഈ എപ്പിസോഡിന് പ്രിയപ്പെട്ട ആസ്വാദകർക്ക് മുമ്പിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വാർഷിക പതിപ്പായോ പുതുവർഷ സമ്മാനമായോ ഏറ്റവും സ്നേഹപൂർവ്വം അവതരിപ്പിക്കുകയാണ്. കണ്ടുമടുക്കാത്ത കാഴ്ചകളിൽ, കേട്ടുമടുക്കാത്ത വാർത്തകളിൽ നിങ്ങളോടൊപ്പം നിങ്ങളെപ്പോഴും ഉണ്ടാവും. കാണാം കൂട്ടുകാരെ. ബൈ. മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ, തിരുഹൃദയ രക്തം കുടിക്കാൻ, തിരുഹൃദയ രക്തം കുടിക്കാൻ.